മുടിയൊക്കെ വെട്ടി പുതിയ സ്റ്റൈലിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രശസ്ത സ്റ്റൈലിസ്റ്റാണ് മുടി വെട്ടിയേക്കണം കേട്ടോ. അപ്പോൾ ഇനി മുടി വെട്ടാൻ സ്റ്റൈലിസ്റ്റിനെ തപ്പിയാലും വന്നേക്കരുത്, ഞാൻ തന്നെ വെട്ടിയ ഹെയർ സ്റ്റൈലാണ്. അല്ലേ കുഞ്ഞു? കടിച്ചു പറിച്ച് വെച്ചേക്കോളോന്ന് ചോദിച്ചോ കുഞ്ഞു? കുറച്ചൊക്കെ കടിച്ചു പറിക്കേണ്ട വന്നു, കാരണം നമുക്ക് കടയിലൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല കേട്ടോ. നമ്മൾ സ്ഥിരം പോകുന്ന കടയുണ്ടല്ലോ അമീസിൽ, അവിടെ ഒന്നും കൊണ്ടുപോകാനായിട്ടൊന്നും പറ്റിയില്ല. കാരണം നമുക്ക് പനിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര പാടായിരുന്നു. പനി കഴിഞ്ഞില്ല, ഇപ്പോഴും പനിയുണ്ട്, കുറച്ച് പനികളുണ്ട്. അപ്പോഴൊക്കെ മാറി വരുന്നുള്ളൂ. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാൻ തന്നെ നമ്മുടെ ട്രിമ്മർ എടുത്ത് ദിവ്യേനെ കൊണ്ട് അങ്ങ് പിടിപ്പിച്ച് ചന്ന പിന്നെ അങ്ങ് വെട്ടി വിട്ടു. അല്ലേ, സുന്ദരിയായില്ലേ? അല്ലേ, പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? സുന്ദരിയായി. ഇവിടെ നോക്കിയേ, അവളെ എൻ്റെ കാര്യമായിട്ട് വണ്ടിയൊക്കെ പോണു നോക്കോ. അന്നേരം മാങ്ങ കഴിച്ച് കിടപ്പുണ്ട്. 2 പക്ഷികൾ വന്ന്, ഇരട്ടവാലൻ കിളികൾ വന്നിരിപ്പുണ്ടായിരുന്നു. അതിനൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇരിക്കുമായിരുന്നു. പയ്യെ ഒന്ന് ഓണായി വരുന്നുണ്ട് ഞങ്ങൾ. പനിയൊക്കെ മാറി. പക്ഷെ രാത്രിയിലാണോ അവൾക്ക് പനി? അല്ലേ, രാത്രി പനിക്കുന്ന ആളാണോ? രാത്രി 100 ഡിഗ്രി പനിയൊക്കെ കയറും അങ്ങോട്ട്. അതിനാ പോലും അത് എന്താണോ? എന്തായാലും നമ്മുടെ വാവയുടെ മുടി എന്തായാലും വെട്ടിണം. എന്നാൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിക്കൊണ്ടിരിക്കുന്നു, തലയൊക്കെ വേർക്കാൻ തുടങ്ങുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ മുടിയൊക്കെ വെട്ടി വൃത്തിയായിട്ടുണ്ട് അല്ലേ? ഇച്ചിരി പറ്റയും കേട്ടാ.